ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ ആണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഡിഷാണ് ഗോബി മഞ്ചൂരിയൻ. നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ 1/2 കിലോ കോളിഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. വറുത്തുകോരി എടുക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയാണ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുള്ളത്. അത്രത്തോളം ക്രിസ്പിനെസ് വേണ്ട എന്നുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്താൽ മതി. ഇതിനി ബോയിൽ ചെയ്തെടുക്കണം. ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് വരെ ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഞാനൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദമാവ് കൂടി ഇടുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഫുഡ് കളർ ഉപയോഗിക്കുന്നില്ല. അതിന് പകരം കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ എരിവുണ്ടാവില്ല, കളറും ഉണ്ടാവും. ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കുട്ടികൾക്കുണ്ടായി കൊടുക്കുമ്പോൾ കഴിവതും കളർ ഉപയോഗിക്കാത്തതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കട്ടകളൊന്നുമില്ലാതെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ബാറ്റർ തയ്യാറാവേണ്ടത്. ഒരുപാട് ലൂസും വേണ്ട, ഒരുപാട് കട്ടിയായിട്ടും വേണ്ട. നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഇതിലേക്ക് പൊതിഞ്ഞ് കിട്ടണം. ഇനി കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കണം. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും കോട്ടിങ് വരികയുള്ളൂ. ഇപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇടുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കോളിഫ്ലവറിന് നല്ല കട്ടിയുള്ളൊരു കോട്ടിങ് കിട്ടും. മാത്രമല്ല നമ്മൾ വറുത്ത് കോരി എടുക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കോട്ടിംഗ് ഒക്കെ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതൊരു 20 മിനിറ്റ് ഇനി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴാണ് ഇതിൽ കോട്ടിംഗ് ഒക്കെ നന്നായി കോളിഫ്ലവറിലേക്ക് പിടിക്കുന്നത്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. കോട്ടിംഗ് ഒക്കെ നന്നായി കോളിഫ്ലവർ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നതിന് വേണ്ടി ഇരുമ്പ് ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇരുമ്പ് ചട്ടിയാകുമ്പോൾ ചൂട് നന്നായി നിൽക്കും. നല്ല ക്രിസ്പിനെസ്സോടുകൂടി വറുത്തെടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2-3 ബാച്ചായിട്ട് കോളിഫ്ലവർ വറുത്ത് കോരിയെടുക്കാം. കോളിഫ്ലവർ വറുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കരുത്. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് കോട്ടിംഗ് കരിഞ്ഞു പോകും. കോളിഫ്ലവർ ഉള്ളിലേക്ക് വെന്ത് കിട്ടുകയുമില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും മാറി ഇട്ട് വേണം വറുത്ത് കോരിയെടുക്കാൻ. നല്ല ക്രിസ്പിനെസ് ആയി കിട്ടുന്നത് വരെ മറിച്ചും തിരിച്ചും ഇട്ട് വറുത്ത് കോരിയെടുക്കണം. ഒരു വശം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതിനേക്കാളും നല്ല ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ തന്നെ ഒന്നുകൂടി എണ്ണയിലിട്ട് വറുത്ത് കോരിയാൽ മതി. ബാക്കിയുള്ള കോളിഫ്ലവർ കൂടി വറുത്ത് കോരിയെടുക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ അടികട്ടിയുള്ളൊരു കടായിയാണ് ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുന്നത് എപ്പോഴും ഹൈ ഫ്ലെയിമിലാണ്. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കട്ടിയുള്ളൊരു പാത്രം എടുക്കാൻ പറയുന്നത്. ഇങ്ങനെ പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഉരുളിയോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ ഉപയോഗിക്കാം. പാത്രം ചൂടായി വരുമ്പോഴേക്കും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 8-10 ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത ജിഞ്ചർ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ജിഞ്ചറാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മൂത്ത് കിട്ടണം.
ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നന്നായി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം സൈസ് സവാളയാണ്. ഞാൻ വളരെ കനം കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നന്നായി വഴറ്റി കൊടുക്കണം. സവാള നന്നായി മൂത്ത് കിട്ടണം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള മൂത്ത് വരുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. രണ്ട് ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ ക്യാപ്സിക്കമാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി കൂടി ഇടുന്നുണ്ട്. ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കി ഇട്ടാൽ മതി. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇത് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ നന്നായി കലക്കിയെടുക്കാം. ഇത് ഒഴിക്കുമ്പോഴാണ് സോസ് നന്നായി കുറുകി വരുന്നത്. ഇനി ഇത് നമുക്ക് സോസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്കും ഗ്രേവി നന്നായി കുറുകി വരും. കോൺഫ്ലവർ ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്രേവി പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇപ്പോൾ ഗ്രേവി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ തിക്ക് ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. കോളിഫ്ലവർ എല്ലാം ഗ്രേവിയിൽ പൊതിഞ്ഞെടുക്കുന്ന രീതിക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടി ഒഴിച്ചാൽ മതി. ഇത്രത്തോളം തിക്കാക്കി എടുക്കണ്ട. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഗോപി മഞ്ചൂരിയൻ തയ്യാറാക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. ഇതിൽ യാതൊരു കളറും ചേർത്തിട്ടില്ല. കശ്മീരി മുളക് പൊടി ചേർത്തത് കൊണ്ടാണ് ഈ ഒരു റെഡ് കളർ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ടേസ്റ്റ് നോക്കാം. എല്ലാം പാകമായിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോപി മഞ്ചൂരിയൻ റെഡിയായി കഴിഞ്ഞു. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എരിവും പുളിയും ഉപ്പും ഒരല്പം മധുരമൊക്കെ ചേർന്നൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പത്തിനോടും ചപ്പാത്തിയോടും പൊറോട്ടയോടും നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് പുതിയ വീഡിയോസ് ചെയ്യാൻ പ്രചോദനമാകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണോ ഓളും കൂടി പ്രസ് ചെയ്ത് ഞാനെടുത്ത വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം.